ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസംഗം. ആ പ്രസംഗത്തിന്റെ പ്രതിധ്വനി അറഫയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ആ അറഫാത്തിലെ മലമുകളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും ഓർമ്മപ്പെടുത്തി, പുരുഷ വിഭാഗമേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്വീകരിച്ചത് അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്. അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾ സ്വീകരിച്ച നിങ്ങളുടെ ഭാര്യമാർ, അവരോട് നിങ്ങൾ വിട്ടുവീഴ്ചയോടെ പെരുമാറണേ. തൻ്റെ വിദായിൻ്റെ പ്രസംഗത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ ഭർത്താവിനോടും ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിനെ സാക്ഷി നിർത്തിയാണ് എൻ്റെ ഭാര്യയെ നീ സ്വീകരിച്ചത്. അതുകൊണ്ട് നീ വിട്ടുവീഴ്ചയോടെ സ്നേഹത്തോടെ അവരോട് പെരുമാറണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ പോകുന്നത് ഉംറക്കാണ്, അഥവാ സ്വർഗം നേടാൻ അള്ളാഹു നിങ്ങൾക്ക് ഒരവസരം തന്നിരിക്കുന്നു. നിങ്ങളെ അള്ളാഹു കത്തയച്ച് സ്വർഗം തരാൻ വേണ്ടി നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. അതുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ശുദ്ധരായിരിക്കണം. പുറപ്പെടുമ്പോൾ പൂർണ്ണമായും ശുദ്ധരായിരിക്കണം. ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, വീട്ടിൽ ഉണ്ടായിരുന്ന എല്ലാം. എൻ്റെ സഹോദരിയോട് ഓർമ്മപ്പെടുത്തുന്നു, വിവാഹം കഴിഞ്ഞ് നീ ആ വീട്ടിലേക്ക് പുതുനാരിയായി ചെന്നപ്പോൾ അവിടെ രണ്ടാളുകളെ കണ്ടിരുന്നില്ലേ? ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും. അവരാരാണെന്നറിയോ? ഒരു ചെറുപ്പക്കാരനെ പ്രസവിച്ചു, പട്ടിണി കിടന്ന് വളർത്തിയുണ്ടാക്കി. പമ്പേഴ്സ് ഇല്ലാത്ത ഒരു കാലഘട്ടം, ആവശ്യത്തിന് വെള്ളമില്ലാത്ത ഒരു കാലഘട്ടം. ആവശ്യത്തിന് വെള്ളമില്ല, കരണ്ടില്ല, സൗകര്യങ്ങളില്ല. പോകട്ടെ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്റെ ഭർത്താവിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയെടുത്തു. ആ ഉമ്മയുടെ മുഖം ചുളിഞ്ഞു പോയത് നിന്റെ ഭർത്താവിന് മുല കൊടുത്തത് കൊണ്ടാണ്.